ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്ത ഗൾഫിലേക്ക് വന്നിട്ട് നമ്മളെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ്. ഇത്തൻ്റെ സുൽത്താൻ നമ്മളുടെ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ദിവസം ഒന്ന് പുറത്തേക്ക് പോവാണ്. നമ്മളെങ്ങോട്ടാണ് ഇപ്പോൾ പോണേ? ഇപ്പം പോണത് സഫാരി മാള് ഇവിടെ ഷാർജ. അവിടെ പോവാ. അവിടുന്ന് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഓക്കെ, നമുക്ക് ബാക്കിയൊക്കെ അവിടുന്ന്. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയില്ല. നമ്മൾ സഫാരി മാളിലൊക്കെ പോവാണ്. മീൻ വാങ്ങണം അവിടുന്ന് കുറച്ച്. അവിടെ നല്ല മീനുണ്ടാവും, നല്ല മീനാണ്, നല്ല വിലയും കുറവാണ്. അപ്പോൾ അവിടുന്ന് തന്നെ ഞങ്ങൾ മീൻ വാങ്ങുന്നത്. ഇത്തൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫസ്റ്റ് ദിവസമല്ലേ? ഫസ്റ്റ് പിന്നെ കാണാൻ ഫ്ലാറ്റൊക്കെ അല്ല, നമ്മുടെ ഫ്ലാറ്റിൻ്റെ കാണാൻ നല്ല ഭംഗിയൊക്കെ. ഇവിടുന്ന് എൻട്രി. ഇവിടുന്ന് 204 ഞാൻ കുറേ മുന്നേ വന്നിക്കണ ഇവിടെ. കാര്യമായിട്ട് മീശയൊക്കെ അടിച്ചു വന്നേക്കാം. ദായത്തിൻ്റെ കൈയൊക്കെ പിടിച്ച് സുൽത്താൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചാച്ചാമച്ചിയിലുള്ളത്. സഫാരി മോളിൽ പോകാൻ നമ്മളെ പ്ലാന്. പിന്നെ ഇത്തൊക്കെ വിശക്കുന്നുണ്ട്, ഉമ്മക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്ലാൻ ചെറുതായിട്ട് മാറ്റി. അവിടേക്ക് പോകുമ്പോൾ സമയം ഒരുപാട് എടുക്കും. അപ്പം നമ്മൾ തൽക്കാലം ഈ ചാച്ചാമച്ചി ഫേമസ് ആണ് ഇവിടെ അജ്മാലിൽ. അവിടെ കാണുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. കയറാം, വർത്തമാനം പറഞ്ഞിരിക്കണം. ഇത് ശരിയല്ലേ? ഇതെടുത്തു. രണ്ടെണ്ണം മതി അല്ലേ? ഇത് മതി. അതുണ്ട്. പിന്നെ ഒരെണ്ണം വേറെ. ഇത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് ഏതാ? ഉമ്മൻ്റെ ഫേവറേറ്റ് ആട്ടോ മീനൊക്കെ. നമുക്ക് മീനുമ്മൽ കിടന്നുറങ്ങിയ ആളാണ് ഇപ്പോൾ ദുബായിൽ വന്നിങ്ങനെ നിൽക്കണത്. ഇവിടെ നമുക്ക് ഡെയിലി എങ്ങനെയാണെന്ന് അറിയോ? ഒരു ദിവസം കൂന്താണ്, മറ്റേ ദിവസം ചെമ്മീൻ കഴിഞ്ഞാൽ പിന്നെ ഈ മാന്ത അങ്ങനെയുള്ള ആള് അല്ല. ഉമ്മ ചക്കങ്കടിയിലെ മീനുമ്മ കിടന്ന ആളാണെന്ന് അറിയാം. ചക്കക്കടവ് ഗോതിപ്പാത്ത് നല്ല മീനുള്ളേ, സൂപ്പർ മീൻ അവിടെ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കോഴിക്കോട് അങ്ങാടിയിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന ഏരിയയാണ് ഈ ഗോതിപ്പാലം. പ്രൊമോഷൻ അല്ല കേട്ടോ. ഇപ്പൊ എന്താ ഓർഡർ ചെയ്തത്? വലിയ മാർക്കറ്റിൽ രണ്ട് ശരി, ഒരു ശരിയും ഒരു വേറെ ഒരു ഐറ്റം. 3 ഐറ്റം, 3 മീനും 2 മീൻ എത്ര കഴിക്കൂല. അപ്പോൾ സൂപ്പറൊക്കെ വിരിച്ചിരിക്കണേ. ഫുഡ് സൂപ്പർ വണ്ടി കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആയി അറിയുന്നുണ്ട്. എനിക്കൊരു രസമായി പറയാനോ. സുൽത്താൻ്റെ ഷോ തുടങ്ങി. സ്നാപ്പി ബോയ് ആണ്. അപ്പം ചാച്ചാമച്ചി ആണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. മീൻ ഇവിടെ ഫിഷ് മാത്രമല്ലോ, ചാച്ചാമച്ചി സ്പെഷ്യൽ ഫിഷാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന റൈസ്. ഇപ്പോൾ ഇത്തന്നെ ഇപ്പോൾ കണ്ടിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായിട്ടുണ്ടോ? 1.5 വർഷമായിട്ടില്ല. ഇപ്പോൾ വന്നിട്ട് 1.5 വർഷമായിട്ട്. ഗൾഫിൽ നമ്മളെല്ലാവരും കൂടെ ആദ്യമായിട്ടല്ലേ? ഗൾഫിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ സമയത്തൊന്നും തന്നില്ലല്ലോ ഗൈസ്. അപ്പം നമ്മളെ റൈസ് എത്തിക്കണേ. നൂഡിൽസ് വാങ്ങിയിട്ട് റൈസ് അല്ലോ കുടിക്കും. ഇത് സൂപ്പല്ലേ? അത് പരിപ്പ് കറി.
പരിപ്പ് പറയാം പരിപ്പ് കറി ഗാർലിക് സാലഡ്. അതെ, അച്ചാറിൽ ആദ്യം കൂടി മിക്സ് ചെയ്തിട്ട് ഇതാണ് അച്ചാറ്. ഇത് ദാലിൻ്റെ കറി, ഇതിൽ ചട്ടിനി ചട്നി. ഒരു ചട്ടിനി ഉണ്ടാവും, എല്ലാവർക്കും ഒരു ചട്ടിനി ഉണ്ടാവും. എന്താ പ്ലാസ്റ്റിക് അരി അതാണോ ഇത്? ഉണ്ടാക്കുന്ന അതാണോ ഉപയോഗിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ അരി പറഞ്ഞിട്ട് അവിടെ കിട്ടില്ല. അതല്ല, അങ്ങ് ചൈനയില് ഇങ്ങനത്തെ അരി ഉണ്ടാവുമായിരിക്കും അങ്ങ് ചൈനയിലാണ് കിട്ടുക. ചൈനയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അരി. ദുബായിലുണ്ടല്ലേ? നമ്മുടെ ഫിഷ് എത്തി ഗൈസ്. സുൽത്താൻ പൂർത്തിയാണ് ഗൈസ്. ഇതാണ് ചിക്കൻ അല്ല, ഫിഷ്. ഇത് ഇത് ശരി. ഒന്ന് ശരിയാണ്, ഒന്ന് രണ്ട് ടേസ്റ്റ് ഒന്ന് വേറെ ടൈപ്പ്. ഇത് ശരി, ഇത് വേറെ, ഇത് ശരിയാണ്, ഇത് വേറൊന്നാണ്. രണ്ട് കൂട്ടിയിട്ട് ടേസ്റ്റ് വേണം. ഇത് എടുത്തെടുക്കില്ല. ഇവിടെ ഉള്ളിക്ക് വരെ ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. നുള്ളി കഴിക്കലാട്ടോ. അമ്മ അടിക്ക്, സുൽത്താൻ അമ്മ കൊടുത്തെടുക്ക്. എന്താ കയ്യിലൊക്കെ തിന്നാൻ മടിയായിട്ടാണ്. ഇന്നൂടെ എന്തേ സംഭവിച്ചാൽ നമുക്ക് അപ്പം നോക്കാം. നല്ല വൈറ്റ് സാധനം, ചൂടുള്ള സാധനം. ഇങ്ങനെ ഇതൊരു പ്രത്യേക പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിഷാണ്, ഫ്രൈ ചെയ്തിട്ട്. വേറൊരു വെറൈറ്റി ആണിത്. അധിക സ്ഥലത്ത് അങ്ങനെ ഇല്ല ഈ സാധനം, വളരെ കുറവാണ്. കഴിച്ചു നോക്കട്ടെ. ഇത് അജ്മാനിലെ ചാച്ചാമ്മച്ചാണ്. ഇതുപോലെ ഇനി വേറെ എവിടെയെങ്കിലും കമന്റ് ചെയ്യാം. അജ്മാനിലുള്ളതാണ് സുൽത്താൻ പറയുന്നത്. വേറെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഉമ്മ കിട്ടുകൊടുക്ക്. ദുബായിലൊന്നും ഞാൻ കണ്ടില്ല, എന്താ അറിയില്ല. എന്താ നിങ്ങളെ അഭിപ്രായം? ഉമ്മ പിന്നെ ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കണം, നല്ല ടേസ്റ്റാണ്. പോയാലും മതിയമ്മ. അപ്പോൾ കഴിച്ച് ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ശരി ഇതാണ്. Guys, try this fish. ഒരു മുള്ളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. കച്ചവടം. ഒരു മസാല അടിപൊളി കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കഴിച്ചേക്കണ്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പക്ഷെ അന്ന് ശരിയല്ലല്ലോ കഴിച്ചേ. അത് നമ്മൾ ചേരും, പിന്നെ വേറെ മീനുണ്ട്, അത് കഴിച്ച നല്ല ടേസ്റ്റാണ്. ഒരു മസാല കൂട്ടിന് കേട്ടോ. ഉമ്മ തിന്നണ കണ്ടിട്ടുണ്ട്. അതില് എണ്ണ വളരെ കുറവാണ്. എടുക്കാം. ഞാൻ എടുത്തത് അതായത് ഈ എന്തൊക്കെ ഔഷധമായിട്ടുള്ള കൂട്ടൊക്കെ ഉണ്ട്, ജീരകം കിട്ടും, ജീരകം പോലത്തെ സാധനങ്ങൾ. പക്ഷേ പരിപ്പുകാർ കൂട്ടിയുള്ള കോമ്പിനേഷൻ എനിക്ക് ഒരു മസാല ഉണ്ട്, അതാണ് ഇതിലെ മീൻ. ഒരു പൗഡർ പൗഡർ ഇടും ഒരു നല്ല സൈസുള്ള മീൻ. മീനൊക്കെ നല്ല സൈസാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ റൂമിലേക്ക് പോകണം. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഈ വ്ളോഗ് ഇവിടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. ഞാൻ അടുത്തൊരു വ്ളോഗുമായി നമ്മൾ വീണ്ടും വരില്ല. വീണ്ടും വരും. അതാണ്.